അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികൾ, ഉയർന്ന ദറജകൾ കരസ്ഥമാക്കാൻ നമ്മൾ നരകത്തിൽ കാലാകാലം ശാശ്വതനാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട അറിവ്, നമ്മുടെ ഈമാനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, നവാഖിദുൽ ഇസ്ലാം, അതിനെപ്പറ്റി പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംസാരമായിട്ടോ പ്രവർത്തനമായിട്ടോ വിശ്വാസമായിട്ടോ അത്തരം കാര്യങ്ങളിൽ ഒന്നുപോലും കടന്നു വന്നിട്ടില്ല എന്നുറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്, നമ്മളെ നരകത്തിൽ ശാശ്വതനാക്കുന്നതല്ലെങ്കിൽ പോലും നമ്മളെ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനാക്കി തീർക്കുന്ന, ഒരു വേള നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് സ്വഹാബത്തിന്റെ ആദർശ വിശ്വാസ നിലപാടുകൾക്ക് എതിരാവുക എന്നുള്ളത്. തെറ്റായ ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തിൽപ്പെട്ടവനായി? അഹ്ലുസുന്നത്തിൽപ്പെട്ടവനായി. നമ്മൾ കഴിഞ്ഞപ്പോൾ ഇത്രയും സംസാരിച്ച അസർ മുതൽ മഗ്രിബ് വരേക്കും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒരുത്തൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവനെയാണ് അഹ്ലുസുന്നത്തിൽപ്പെട്ടവനെന്ന് പറയും. ബാക്കിയുള്ളവർ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ടവർ. നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് അഹ്ലുസുന്നത്തിൽ പെടുന്നവനും അഹ്ലുൽ ബിദ്അയിൽ പെടുന്നവനും തമ്മിൽ എന്തെങ്കിലും റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും വേർതിരിവോ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് എന്തെങ്കിലും വ്യത്യാസം നമുക്കറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തുകാരിൽപ്പെട്ട അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആളുകളെ ആട്ടിയോടിക്കുന്ന സന്ദർഭം ഹൗദിലേക്ക് വരുമ്പോൾ നേരത്തെ വിശദീകരിച്ചതാണ്. അതേപോലത്തെ നേരത്തെ പറഞ്ഞ ഹദീസിൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന ഹദീസിൽ നമ്മൾ പറഞ്ഞു, ബിദ്അത്തുകാർ, അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആളുകൾ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാൾക്കല്ലാതെ നരകത്തിൽ കടക്കാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ അഹ്ലുസുന്നത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനിൽ ഒരുപാട് തിന്മകളുണ്ട്, വൻപാപങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട് നമ്മൾ വിചാരിക്കാം. രണ്ടാളുകൾ ശരിക്കും മനസ്സിലാക്കണം. രണ്ട് ആളുകൾ. ഒന്നാമത്തെ ആൾ അഹ്ലുസുന്നത്തിൽപ്പെട്ടവനും രണ്ടാമത്തെ ആൾ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ടവനും. അഹ്ലുസുന്നത്തിൽപ്പെട്ടവൻ ഒരുപാട് തിന്മകളിലാണ്, ഒരുപാട് വൃത്തികേടുകളിലാണ്. അഹ്ലുൽ ബിദ്അയിൽപ്പെട്ടവൻ ഒരുപാട് ഇബാദത്തുകളിലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനാരായത് ഈ രണ്ടുപേരിൽ? അഹ്ലുസുന്നത്തിൽപ്പെട്ട ഫാസിഖാണോ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദാണോ? എങ്ങനെയാണ് ഫാസിഖ് ആബിദിനേക്കാൾ ശ്രേഷ്ഠനാവുക? അവരുടെ അഖീദയും മനഹജും കാരണത്താൽ. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം, അഖീദയാണ്. അതാണ് ദീനിന്റെ അടിത്തറ. അത് ശരിയായ അടിത്തറയാണെങ്കിൽ പിന്നെ ബാക്കി വരുന്ന പാകപ്പിഴവുകൾ റബ്ബിന്റെ അടുക്കൽ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെട്ടേക്കും. എന്നാൽ ഒരാളുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ, ആദർശം ശരിയല്ലെങ്കിൽ, അവന്റെ ഇബാദത്തുകൾ എത്ര വലുതാണ് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പണ്ഡിതന്മാർ പറയുന്ന രണ്ട് ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഖവാരിജുകളെ സംബന്ധിച്ച്. ഈ ഖവാരിജുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വഹാബത്തിനോട് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സ്വഹാബത്ത്? നമുക്കറിയാം, ഏറ്റവും മികച്ച, നേരത്തെ വിശദീകരിച്ചു, ഖൈറുന്നാസി ഖർനി, ഏറ്റവും മികച്ച തലമുറ, ജനറേഷൻ അവരാണ്. ഈ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, സ്വഹാബത്തെ, നിങ്ങൾ ഖവാരിജുകളുടെ ഇബാദത്തുകൾ കണ്ടിരുന്നെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഇബാദത്തുകളോട് ലജ്ജ തോന്നിപ്പോ. സ്വഹാബത്തിനേക്കാൾ എത്രയോ പടി കടന്നിട്ടാണ് അവരുടെ ഇബാദത്തുകൾ. അത്രയും അമലുകൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പറ്റി പറഞ്ഞെന്തെന്നറിയോ? ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, എന്റെ മുന്നിലെങ്ങാനും അവർ വന്നു പെട്ടുകഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ എങ്ങനെ ഭൂമുഖത്തും തുടച്ചു നീക്കിയോ അതുപോലെ ഞാൻ അവരെ നശിപ്പിച്ചു കളയും, കൊന്നു തീർക്കുമെന്ന് പഠിപ്പിച്ചു. ആലോചിച്ചൊക്കെ, ഇത്രയും ഇബാദത്ത് ചെയ്യുന്ന ഒരു സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇത്രയും കടുത്തതായത് എന്തുകൊണ്ടാണ്? വിശ്വാസം ശരിയല്ലാത്തതുകൊണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. മൻഹജ് എന്ന് പറയുന്നത് നിസാര വിഷയമല്ല. അത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ പണിപ്പെട്ടു കഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇനി ഒരാൾ ശരിയായ വിശ്വാസമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു വലിയൊരു വൃത്തികേട് ചെയ്ത ഒരാളായി മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്ത്രീ, വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിച്ച് ഗർഭിണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, ഞാൻ വ്യഭിചരിച്ചു റസൂലെ, ഞാൻ വ്യഭിചരിച്ചു റസൂലെ. ഒരു സ്ത്രീ, ഒരു വ്യഭിചരിച്ചൊരു വ്യക്തി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ശിക്ഷിക്കാൻ അത് മാത്രം മതി, സാക്ഷികളുടെ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. കുറ്റം ചെയ്ത ഒരാൾ ഏറ്റു പറഞ്ഞാൽ ശിക്ഷിക്കാൻ അത് മതി, ധാരാളമാണ്. ഈ പെണ്ണ് അവിടെ വന്നിട്ട് ഏറ്റു പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു റസൂലെ, ഞാൻ വിവാഹിതയാണ്. അവളാണെങ്കിൽ ഗർഭിണിയാണ്, നിറവയറുമായി, വയറ് കാണാം പുറത്തേക്ക്, നിറവയറുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് പറയാണ്, ഞാൻ വ്യഭിചരിച്ചു റസൂലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ, പ്രസവിച്ചിട്ട് വരാൻ പറയും. ഭടന്മാരുടെ കൂടെ ചങ്ങലക്കിട്ടിട്ടല്ല പറഞ്ഞയക്കുന്നത്, ജയിലിൽ കെട്ടിയിടുകയൊന്നല്ല ചെയ്യുന്നത്, വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാം. അവളുടെ വീട്ടിലേക്ക് പോയി പ്രസവിച്ചിട്ട് ഈ കൈക്കുഞ്ഞുമായിട്ട്, ചോരക്കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വീണ്ടും വരിക, ഞാൻ പ്രസവിച്ചു റസൂലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ കുട്ടിക്ക് ഇപ്പോൾ നിന്റെ പാല് മാത്രമാണ് ഭക്ഷണം, മറ്റെന്തെങ്കിലും ആ കുട്ടിക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നത് വരേക്കും നീ ആ കുട്ടിക്ക് നിന്റെ പാല് കൊടുക്കണം, എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് മടങ്ങി വരണം എന്ന് പറയും. പിന്നെയും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്ത്രീ അവളുടെ സ്വയം ഇഷ്ടപ്രകാരം, ആരും പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നൊന്നല്ല, അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരും. ആ കൊണ്ടുവരുമ്പോൾ ഈ കുട്ടി നടക്കുന്നുണ്ടാവും ചെറുതായിട്ട്, കയ്യിലൊരു റൊട്ടിയുടെ കഷ്ണം ഉണ്ടാവും. ആ സ്ത്രീ കാണിച്ചു കൊടുക്കണം, എൻ്റെ കുട്ടിക്ക് പാലല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും, അത്രയും വലുതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അത് കാണിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് മേലുള്ള ശിക്ഷ, അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ നടപ്പിലാക്കും. എന്താണ് ശിക്ഷ? കല്ലെറിഞ്ഞു കൊല്ലുക. ആ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ സ്വഹാബികൾപ്പെട്ട ഒരാളുടെ മേലേക്ക് ഈ പെണ്ണിന്റെ ചോര തെറിക്കും. അപ്പൊ ഈ വൃത്തികെട്ട പെണ്ണിനെ ഒരു മോശപ്പെട്ടൊരു വാക്ക് ആ സ്വഹാബി പ്രയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇത്രയും വൃത്തികെട്ടൊരു പെണ്ണിനോട് എന്തിനാണ് ഇത്രയധികം റഹ്മത്ത് കാണിക്കുന്നത്? അവൾ അഹ്ലുസുന്നത്തിൽ പെട്ടതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളേതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ നേതാവ് കാണിക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച വേർതിരിവാണ്. ഇത് ദീനിലുള്ള വേർതിരിവാണ്, അള്ളാഹുവിന്റെ അടുക്കലുള്ള വേർതിരിവാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളുടെ അടുക്കൽ അത്രയും സ്ഥാനം അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ഒരാൾക്ക് എത്താൻ കഴിയില്ല. ഒരാൾക്ക് എത്ര വലിയ ആബിദാണെങ്കിലും എന്തൊക്കെ ചെയ്തു കൂട്ടിയവനാണെങ്കിലും അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളുടെ സ്ഥാനത്തേക്ക് അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ഒരാൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇത്രയും വിശദീകരിച്ച് സമയമെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. അത് വളരെയധികം നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത്? ഈ പറഞ്ഞതിന്റെ അർത്ഥം അഹ്ലുൽ ബിദ്അ ആണെങ്കിൽ ഫാസിഖാവാമെന്നോ വൻപാപം ചെയ്യാമെന്നൊന്നുമല്ല. താരതമ്യേന കമ്പാരിറ്റീവ്ലി റബ്ബിന്റെ അടുക്കൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ കൂടുതൽ ശ്രേഷ്ഠൻ ഇവരാണ്. അഹ്ലുസുന്നത്തിൽപ്പെട്ടവര് എന്ത് ചെയ്യണം? നാം അവരുടെ ജീവിതത്തിൽ മറ്റുള്ള വൻപാപങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ നരകത്തിൽപ്പെടൂല എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല.
മറ്റ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യം. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് വൻപാപങ്ങൾ. എന്താണ് വൻപാപം? എന്ത് ഈ വൻപാപം ചെറുപാപം അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ദീനിൽ? അതാര് പഠിപ്പിച്ചെന്ന? പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്ന വ്യത്യാസമാണോ? ഖുറാനിലുള്ളതാണോ? ഹദീസിലുള്ളതാണോ? ഖുറാനിലുള്ളതാണെങ്കിൽ എവിടെയാണുള്ളത്? ഏതായത്തിലാണ്? അറിയോ? ഒരു സമ്മാനം തരാം, ഒരെണ്ണം കൂടി ഉള്ളൂ. ഏതായത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ വലുതും ചെറുതുമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ആയത്ത്? കുറെ ആയത്തുകളുണ്ട്. ആർക്കും വേണ്ട, സമ്മാനം ആർക്കും വേണ്ടേ? അടുത്തെത്തി, ആയത്തിലേക്ക് എത്തിയില്ല. സിമ്പിളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ആയത്ത് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അല്ലാഹു പറഞ്ഞു ഇൻ തജ്തനിബു, നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, മാറി നിൽക്കുകയാണെങ്കിൽ. എന്തിന്? കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വലിയ തിന്മകളെ ഒഴിവാക്കുകയാണെങ്കിൽ. ശ്രദ്ധിക്കണേ, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന തിന്മകളിൽ വലിയ തിന്മകളെ നിങ്ങൾ ഒഴിവാക്കിയാൽ, എന്താ ഒഴിവാക്കിയാൽ? നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ബാക്കിയുള്ള തിന്മകളൊക്കെ എന്ത് ചെയ്യും? നാം നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞില്ല. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, നിങ്ങളെ നാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് നാം പ്രവേശിപ്പിക്കും, സ്വർഗത്തിലേക്ക്. അള്ളാഹ് നമുക്ക് തരുന്ന ഉറപ്പാണ്. രണ്ട് ഉറപ്പുകൾ. ചെയ്യേണ്ടത് ഒറ്റൊരു കാര്യമുള്ളൂ. നമ്മുടെ തെറ്റുകളൊക്കെ നമുക്ക് പുറത്തു തരും, നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്ത് ചെയ്താൽ? വൻപാപങ്ങൾ ഒഴിവാക്കിയ. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആയത്തിൽ തന്നെ അള്ളാഹ് പഠിപ്പിച്ചിരുന്നത് വൻപാപങ്ങളൊന്നും അല്ലാത്ത ചെറുപാപങ്ങൾ, രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള തിന്മകളുണ്ട്. എന്തത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാമത്തെ വ്യത്യാസം ഇതാണ്. എന്താണ്? വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരും. മറ്റൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വൻപാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകം ശിക്ഷ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപം എന്ന് പറയുന്നത്. ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാം എല്ലാ ഹറാമുകൾക്കും ശിക്ഷയുണ്ടാവും. എല്ലാ ഹറാമുകൾക്കും ശിക്ഷ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ചില ഹറാമുകൾക്ക് അല്ലാഹു പ്രത്യേകം ഒരു ശിക്ഷ, പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയണം. ഈ തിന്മയ്ക്ക് ഇങ്ങനൊരു ശിക്ഷ പ്രത്യേകം എടുത്തു പറയാം. അങ്ങനെയുള്ള തിന്മകൾക്കാണ് നമ്മൾ എന്ത് പറയാ? വൻപാപങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപം എന്ന് പറയാം. ഏതുപോലെ? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ നമീമത്ത് പറയുന്നത് തൗഹീദ് ഉണ്ടവനും, തൗഹീദുള്ള ഒരു എന്താ പറയാ, സഹാബത്തിന്റെ ആദർശമുള്ളൊരു നമീമത്ത് പറയുന്നവൻ സ്വർഗത്ത് പ്രവേശിക്കൂലേ? പ്രവേശിക്കൂലേ? എവിടെ? കണ്ണ് തുറന്നുറങ്ങാം. പ്രവേശിക്കൂലേ? തൗഹീദുണ്ട്, ശിർക്ക് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ നവാഖിദുകളൊന്നുമില്ല, വിശ്വാസത്തിലോ സംസാരത്തിലോ പ്രവർത്തനത്തിലൊന്നുമില്ല. സ്വഹാബത്തിന്റെ അതേ ആദർശമാണ്, യാതൊരു കലർപ്പുമില്ല, മറ്റ് ബിദ്അത്തുകളൊന്നും കടന്നുകൂടിയിട്ടില്ല. പക്ഷെ നമീമത്ത് പറയുന്നുണ്ട്. സ്വർഗത്ത് പ്രവേശിക്കൂലേ? പ്രവേശിക്കൂല. വിശ്വാസം പറയുന്നത് പ്രവേശിക്കൂലാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. എന്തിന്റെ അർത്ഥം?
നേരെ ഡയറക്റ്റ് പ്രവേശിക്കൂല. നേരെ ഡയറക്റ്റ് പ്രവേശിക്കൂല, ഒരിക്കലും പ്രവേശിക്കൂല എന്നുള്ള അർത്ഥമല്ല. ഒരിക്കലും പ്രവേശിക്കാത്തത് നേരത്തെ പറഞ്ഞ വാക്കുകളുള്ള ആൾ. നമീമത്ത് പറയുന്നവൻ ഡയറക്റ്റ് സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ നമീമത്ത് പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ മറ്റൊരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ നടക്കുക. സ്വപ്നത്തിലാണോ വളർന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സ്വർഗത്തിലെ നരകത്തിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നരകത്തിൽ ഇങ്ങനെ പല ശിക്ഷകളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശിക്ഷ, ഒരുത്തൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു മലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു കല്ല് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ കല്ലെടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ കിടക്കുന്നവന്റെ തല നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ കല്ല് എറിയണം മലക്ക്. അപ്പൊ ഈ കല്ല് വലിയ പാറക്കല്ല, ഇത് തലയിൽ വന്ന് വീഴുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തല ചിന്നിച്ചെതറും, തലച്ചോറൊക്കെ പുറത്തേക്ക് ചാടും, തല പൊട്ടിപ്പൊളിയും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മലക്ക് തെറിച്ചു വീണ് പോയ കല്ല് മലക്ക് വീണ്ടും പോയി എടുത്തിട്ട് വരും. അപ്പോഴേക്ക് ഈ തല പഴയതുപോലെ വീണ്ടും ഇങ്ങനെ എറിയും, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇത് ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം പറയും, നിസ്കാരത്തിന്റെ സമയമായി എന്നറിഞ്ഞിട്ടും സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്നവനാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ പറ്റും, സമയമായി എന്നറിഞ്ഞാൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ എന്താ, ചെറുപാപമാണോ? അല്ല. എന്തുകൊണ്ടാ? അതിനൊരു പ്രത്യേകം ശിക്ഷ പഠിപ്പിക്കപ്പെട്ടതുണ്ട്. കട്ട് കഴിഞ്ഞാൽ, മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൈ വെട്ടണം. അപ്പൊ മോഷണം എന്നുള്ള എന്താ, വൻപാപമാണ്. ഇങ്ങനെ ഒരു പ്രത്യേക ശിക്ഷ പഠിപ്പിക്കപ്പെട്ട തിന്മകൾക്കാണ് എന്തു പറയാം, വൻപാപങ്ങൾ എന്ന് പറയും. വൻപാപങ്ങൾ എന്ന് പറയാം. ഈ വൻപാപങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് റബ്ബ് ഏറ്റെടുത്തു. നമ്മുടെ ബാക്കിയുള്ള തിന്മകൾ റബ്ബ് പുറത്തു തരും, നമ്മളെ സ്വർഗത്തിൽ റബ്ബ് പ്രവേശിപ്പിക്കും. അപ്പൊ വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്തു വേണം, ആദ്യം എന്തൊക്കെയാണ് വൻപാപങ്ങൾ എന്ന് അറിയണം. ആദ്യം എന്തൊക്കെയാണ് വൻപാപങ്ങൾ എന്ന് അറിയണം. അല്ലെ, പല ആളുകളും കരുതിയിട്ടുള്ളത് വൻപാപങ്ങളാകെ എത്ര വൻപാപമുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, 7 700-ൽ പരമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, വൻപാപങ്ങൾ ദീനുൽ ഇസ്ലാമിൽ 700ഓളം ഉണ്ട്. നമ്മൾ പലരും വിചാരിച്ചിട്ടുള്ള 7 ഉള്ളൂ എന്നാ. 7 ഉള്ളൂ എന്ന് പഠിപ്പിച്ചെന്നത് 7 ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ള വൻപാപങ്ങൾ 7 ആണെന്നുള്ള അർത്ഥത്തിലാണ്. അതല്ലാതെ വൻപാപങ്ങൾ മൊത്തത്തിൽ 7 ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ നമ്മളിത് പഠിക്കാതെ നമുക്കിങ്ങനെ മാറി നിൽക്കാൻ കഴിയാം? അല്ലേ, പണ്ഡിതന്മാർ പറയാം, അറഫ്തു ശർറ ലാ ലിശർരി വലാകിൻ ലിതവഖി. ഞാനൊരു ഷർറിനെ മനസ്സിലാക്കി, എന്തിനു വേണ്ടി? ആ ഷർറ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ. ഫഇന്ന മൻ ലം യഅരിഫി ശർറ യഖഅ ഫീ. കാരണം ഒരാൾക്ക് ഷർറിനെ അറിഞ്ഞില്ലെങ്കിൽ അവൻ അറിയാതെ എന്ത് ചെയ്യും, ആ ഷർറിൽ വീഴും. അവൻ അറിയാതെ ആ ഷർറിൽ വീഴും. ഏതുപോലെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് തൗഹീദുള്ള ഒരാൾക്ക് അവന്റെ തൗഹീദ് പൂർണ്ണമായും പൂർത്തീകരിക്കണമെങ്കിൽ ഷിർക്ക് എന്താന്ന് പഠിക്കാതെ കഴിയൂല. എന്താണ് ഷിർക്ക്, ഷിർക്കിന്റെ ഇനങ്ങൾ എന്താണ്, അതിന്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്, അത് സമൂഹത്തിൽ കടന്നു വരുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അവന്റെ തൗഹീദ് കുറ്റമറ്റതാക്കാൻ കഴിയൂല. അതേപോലെ തന്നെ ഈ വൻപാപങ്ങളും അത് പഠിച്ചു മനസ്സിലാക്കാതെ വേറൊരു നിവൃത്തിയില്ല. പലതും നമുക്ക് അറിയുന്നതുണ്ടാവും, സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്ന, നമ്മുടെ ഫിത്തറത്തിൽ അതിനോട് വെറുപ്പ് വരുന്ന പല വിഷയങ്ങളുണ്ടാവും. വളരെ കേട്ട് പരിചയിച്ചിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ധാരാളം തിന്മകളുണ്ടാവും. മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, വ്യഭിചാരം, പലിശ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ പലതും നമ്മൾ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ടാവും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആമ്മത്തു അദാബി അഹ്ലിൽ ഖബ്രി മിനൽ ബൗൽ.
ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും മെജോറിറ്റി കൂടുതൽ ആളുകളും ശിക്ഷിക്കപ്പെടുന്ന എന്തിന്റെ വിഷയത്തിലാണെന്നറിയോ? എന്താ ബൗൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം. ബൗൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ മൂത്രമൊഴിക്കുമ്പോൾ വസ്ത്രത്തിലാകുന്നുണ്ടോ ശരീരത്തിലാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാതെ, യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ മൂത്രമൊഴിച്ചാൽ കഴുകാതെ നടക്കുന്ന പല ആൾക്കാരുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസുണ്ടെങ്കിൽ നിസ്കാരം സ്വഹീഹാവുകയില്ല. നമ്മുടെ ഇബാദത്തുകളെ ബാത്തിലാക്കുന്ന കാര്യം. എന്നുവെച്ചാൽ നമ്മൾ നിസാരമായി കണക്കാക്കി എന്നുള്ളത് കൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിസാരാകണമെന്നില്ല. റബ്ബിന്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ള തിന്മയായിരിക്കാം. ഇല്ലേ, നമ്മൾ 4 ആൾ കൂടിക്കഴിഞ്ഞാൽ ഗീബത്ത് തുടങ്ങും. എന്ത് ചോദിച്ച കാരണം പറയാതെ ഉള്ളതല്ലേ പറയുന്നത്, ഇല്ലാത്തൊന്നും പറയുന്നില്ലല്ലോ. ഉള്ളത് പറയൽ തന്നെ ഗീബത്ത്. ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഗീബത്താവൂല. ഇല്ലാത്തൊരാളാണെങ്കിൽ അത് തന്നെയാണ് ഗീബത്ത്. അവൻ കേട്ടാൽ സന്തോഷിക്കുന്ന കാര്യമാണെങ്കിൽ ഗീബത്താവൂല. പക്ഷെ നമ്മൾ അവനെപ്പറ്റി പറഞ്ഞാൽ അവനത് ഇഷ്ടാവൂല. നമുക്കറിയാം ഇവിടെ വെച്ച് അവനെപ്പറ്റി ഈ പറയുന്ന സംസാരം അവനത് തൃപ്തിപ്പെടൂല, നമുക്കറിയാം. എന്നിട്ടും പറയാം, നമ്മുടെ ഒരു സുഖം. അത് ഗീബത്താണ്, വൻപാപങ്ങൾപ്പെട്ടതാണ്. ഇങ്ങനെ ധാരാളം വൻപാപങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് സമൂഹത്തിൽ വ്യാപകമായി കടന്നുവരുന്ന, നമ്മുടെ ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള വൻപാപങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ഉദാഹരണത്തിന്, എല്ലാവർക്കും മാതാപിതാക്കളുണ്ടാവും. മിക്ക ആളുകളെയും മാതാപിതാക്കൾ ജീവനോടുണ്ടാവും. മാതാപിതാക്കൾക്ക് വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുക, പെരുമാറുക, ഒച്ചത്തിൽ അവർക്കെതിരെ മറുപടി പറയുക, അല്ലെങ്കിൽ അവർക്കെതിരെ രൂക്ഷമായ ഒരു നോട്ടം നോക്കുക എന്നുള്ളത് പോലും വളരെ ഗൗരവമുള്ള തിന്മകൾപ്പെട്ടതാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറയാറുണ്ട്, ഉമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് ആ ഭക്ഷണം ഒന്നിനും കൊള്ളൂല എന്ന് ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയൽ ഈ വൻപാപങ്ങൾ പെടുന്നു പഠിപ്പിച്ചാണ്. അതുപോലും അതിൽ പെടുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. മാതാപിതാക്കളെ കയർത്ത് സംസാരിക്കുന്ന, അവർക്കെതിരെ ശക്തമായി കയ്യൂക്കൊക്കെ അവർക്കെതിരെ പ്രയോഗിക്കുന്ന, അവരെ ഒരു നിലയ്ക്കും യാതൊരു പരിഗണനയും കൊടുക്കാതെ അവരെ ദ്രോഹിക്കുന്ന ആളുകൾ, അതൊക്കെ എത്രമാത്രം വലിയ അപകടങ്ങൾപ്പെട്ടതായിരിക്കും. അങ്ങേയറ്റം അപകടം പിടിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ വൻപാപങ്ങളെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അല്ലേ? ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണമാണെന്ത്? ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് അതൃപ്തി ഉണ്ടാക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ എന്ത് ചെയ്യുക, സ്ത്രീക്ക് പറയാം. നിന്റെ ഭർത്താവ് പോരാ, ആ ഭർത്താവ് അവളുടെ ഭർത്താവിനെ കണ്ടില്ല, അവൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തു, ഇങ്ങനെ ചെയ്തു കൊടുത്തു, അവിടെ കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുത്തു, നിന്റെ ഭർത്താവ് നോക്ക് നിനക്കൊന്നും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനൊന്നിനും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മനസ്സിൽ ആ ഭർത്താവിനോടുള്ള ഇഷ്ടക്കേടുണ്ടാക്കുന്ന തരത്തിൽ പണികൾ എടുക്കുക, സംസാരിക്കുക എന്നുള്ളത് വൻപാപങ്ങൾപ്പെട്ടതാണ്. സ്ത്രീകളാണെങ്കിൽ ഉണ്ട്, അവർക്കും അവരെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഏതുപോലെ ഒരു സ്ത്രീയെ ഒരു ഭർത്താവിന്റെ ലൈംഗികമായ ആവശ്യത്തിന് ക്ഷണിക്കാം. ഈ സ്ത്രീക്ക് അത് നിരസിക്കാൻ ഒരു ഉതിറുമില്ല, ഒരു കാരണവുമില്ല, ശാരീരികമായിട്ടുമില്ല, ശർഈയായിട്ടും ഒന്നുമില്ല. എന്നിട്ട് അവൾ നിരസിക്കുകയാണ്. അങ്ങനെ നിരസിച്ച് ഭർത്താവ് ആ സ്ത്രീയോടുള്ള കോപത്താൽ കിടന്നുറങ്ങുകയാണെങ്കിൽ, സുബ്ഹി ആ ഭർത്താവ് നേരം വെളുക്കുന്നത് വരേക്കും ആ വെറുപ്പിൽ തുടരുകയാണെങ്കിൽ, ഭർത്താവ് തൃപ്തിപ്പെടുന്നത് വരേക്കും അള്ളാഹു അവളെ തൃപ്തിപ്പെടുമെന്ന് പഠിപ്പിച്ചു. മലക്കുകൾ അവ ശപിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചു. ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. ഞാനത് ഉദാഹരണത്തിന് മാത്രം, പല മേഖലകളിലുണ്ട്. നമ്മൾ അറിയാതെ കടന്നു വരുന്ന പല മേഖലകളിലും ഇത്തരം ധാരാളം തിന്മകൾ കടന്നു വരുന്നുണ്ട്. ഉദാഹരണം, കച്ചവടക്കാരാണെങ്കിൽ ഹറാമായൊരു കാര്യം വിൽക്കുക എന്നുള്ളത്, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രൊഡക്റ്റ്
അത് നമ്മൾ വിൽക്കുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ്. പല കച്ചവടക്കാർക്കും ഇത് അറിയില്ല. ഉദാഹരണത്തിന് പാത്രക്കടകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏത് മുസ്ലിമിന്റെ പാത്രക്കടയിലാണെങ്കിലും നിലവിളക്കുണ്ടാവും. നിലവിളക്കില്ലാത്തൊരു പാത്രക്കട നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നിലവിളക്ക് വെക്കുന്നതിന്റെ വിധി എന്താ? ഹറാമായ കച്ചവടം വൻപാപമാണ്. സിഗരറ്റ് എത്ര ചെറിയ പെട്ടിക്കടയാണെങ്കിലും ഒന്നുമില്ല, അവിടെ ആകെ കുറച്ച് മുട്ടായും മിച്ചറും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവിടെ സിഗരറ്റ് ഉണ്ടാവും, മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ടാവും. അത് വൻപാപം. ഹറാമായൊരു കാര്യം നമ്മൾ സ്വയം ഉപയോഗിക്കുന്നത് പോലെയല്ല വിൽക്കുക എന്നുള്ളത്. അതിന്റെ ഗൗരവം കൂടും. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വൻപാപങ്ങൾ കടന്നു വന്നേക്കാം. അത് ഒഴിവാക്കണമെങ്കിൽ പഠിക്കാതൊരു നിർവാഹമില്ല, പഠിക്കുക തന്നെ വേണം. ഞാനിത് ഓരോന്ന് പറയുന്ന എണ്ണി പറയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേയുണ്ട്, 700-ൽ പരമുണ്ട്. അതെണ്ണി പറഞ്ഞാൽ തീരുന്നില്ല, പ്രത്യേകിച്ച് കുറച്ച് സമയമുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. പരമാവധി ജീവിതത്തിൽ എന്ത് ചെയ്യണം? വരാതിരിക്കാൻ എന്തെല്ലാം വൻപാപങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലുണ്ട്. നമ്മുടെ ഭാഷയിൽ പോലും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദർസുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തൊക്കെയാണ് വൻപാപങ്ങളെന്ന് മനസ്സിലാക്കണം. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഒരു പുരുഷൻ അവന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ താഴ്ത്തുന്നത്, വസ്ത്രം നെര്യാണിക്ക് താഴെ താഴ്ത്തുന്നതിന്റെ വിധി എന്താ? വൻപാപമാണ്. പല ചെറുപ്പക്കാർക്കും അറിയില്ല. ഇങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കടന്നു വരുന്ന വൻപാപങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വലിയൊരു ദർജയിലേക്ക് എത്തും. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ ബോണസാണ്. പിന്നെ അവിടെ നിന്നങ്ങോട്ട് ഏറ്റവും വലിയ ദർജകളിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള മത്സരമാണ്. നമ്മൾ അതിനും നമ്മൾ എന്ത് ചെയ്യണം? മെനക്കെടണം. നമ്മൾ അതിനും തയ്യാറാകണം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇത്രയും നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുക നമുക്കൊരു തെറ്റും പറ്റൂല, ഒരു വൻപാപവും സംഭവിക്കൂല എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്. നമുക്കൊക്കെ തെറ്റുകൾ പറ്റും. നമ്മളൊക്കെ മനുഷ്യരാണ്. മാനുഷികമായ ഒരുപാട് പോരായ്മകളുള്ള ആളുകളാണ്. ഈ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൻപാപം ആയിക്കോട്ടെ ചെറുപാപം ആയിക്കോട്ടെ, തെറ്റുകൾ എപ്പോഴൊക്കെ തെറ്റുകൾ പറ്റുന്നു അപ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യണം. ശ്രദ്ധിക്കാം. എപ്പോഴൊക്കെ നമുക്ക് തെറ്റുകൾ പറ്റുന്നു അപ്പോഴൊക്കെ തൗബ ചെയ്യാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് നിസ്സാരമല്ലേ എന്ന് കണക്കാക്കരുത്. ഒരു തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ആ തെറ്റിനേക്കാൾ വലിയ ഗൗരവമുള്ള തെറ്റാണ്. തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് പലപ്പോഴും ആ തെറ്റിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു തെറ്റായി മാറും. സലഫുകൾ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തെറ്റ് എത്രത്തോളം നിസ്സാരമാകുന്നോ അത്രത്തോളം ആ തെറ്റ് റബ്ബിന്റെ അടുക്കൽ ഗൗരവമുള്ളതായിക്കൊണ്ടേയിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഈമാനുള്ള ഒരാൾ, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്നോ പറ്റിപ്പോയൊരു തെറ്റ് അവൻ ഇപ്പോഴും മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഏതുപോലെ? തന്റെ തലയ്ക്ക് തൊട്ടുമുകളിൽ വീഴാറായി നിൽക്കുന്നൊരു വലിയൊരു പർവ്വതം പോലെ. എന്നാൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരാൾ, ശരിയായ ഈമാൻ ഇല്ലാത്തൊരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയൊരു തിന്മ ചെയ്യും. എങ്കിലും അവൻ എന്തുപോലെയുള്ളൂ? മൂക്കിനടുത്തേക്ക് ഒരു ഈച്ച പറന്നു വന്നു, ആ ഈച്ച ഇങ്ങനെ ഒന്ന് ആട്ടിവിട്ടു, ഇത്രേ അവനുള്ളൂ. വളരെ നിസ്സാരമാണ്. തെറ്റിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ പാടില്ല. തെറ്റ് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ തെറ്റിൽ തുടരുന്ന ഒരവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് വലിയ തെറ്റാണ്, ഞാനിത് തുടരാൻ പാടില്ല, ഞാൻ റബ്ബിനെ ധിക്കരിക്കുകയാണ് എന്ന ചിന്തയിൽ നിൽക്കുന്ന തിന്മ ചെയ്യുന്ന ഒരാളാണ് തെറ്റ് ചെയ്യാതെ ആ തെറ്റ് നിസ്സാരമാണെന്ന് കണക്കാക്കുന്ന ഒരാൾ. ശ്രദ്ധിക്കണം, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാളൊരു തിന്മ ചെയ്യാണ്,
ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലേക്ക് വളരെയധികം നിസ്സാരമായി കണക്കാക്കുന്ന തിന്മകളാണ് മ്യൂസിക്, സിനിമ പോലത്തെ കാര്യങ്ങൾ. ഒരാളത് വളരെ നിസ്സാരമായി കണക്കാക്കുക, അതൊന്നും വലിയ തിന്മയൊന്നല്ല, എന്നാൽ വല്ലപ്പോഴും മാത്രം സിനിമ കാണുന്ന ഒരാളാണ്. അയാളുടെ വിഷയം വലിയ അപകടത്തിലാണ്. ആരെക്കാളും ആ തിന്മയിൽ വീണു പോവുകയും എന്നാൽ ഇത് ഒഴിവാക്കുന്നത് വലിയൊരു തിന്മയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ തുടർന്നുകൂടാ എന്ന വിഷമത്താൽ പ്രയാസപ്പെടുന്ന ഒരാൾ, അയാൾ പിന്നീട് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും തിന്മകൾ നമ്മൾ എന്ത് ചെയ്യും, നിസ്സാരവൽക്കരിച്ചുകൂടാ. ഈ ചെറുപാപം വൻപാപം എന്ന് പറയുന്നത് അതിനു വേണ്ടി നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല. തെറ്റുകൾ പറ്റിക്കാൻ ഉടനെ തന്നെ തൗബ ചെയ്യാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും തെറ്റ് പരസ്യപ്പെടുത്തുകയേ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ തെറ്റ് പരസ്യപ്പെടുത്തരുത്. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളുമായി റബ്ബായി, റബ്ബിന്റെ മലക്കുകൾ, മറ്റു പടപ്പുകൾ ഒരാളെ അറിയിക്കരുത്. ഒരാളെയും, അപ്പാനെയും ഉമ്മാനെയും ഭാര്യനെയും മക്കളെ ആരറിയിക്കരുത്. നമ്മളത് ഉടനെ തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാം. അത് റബ്ബ് നമുക്ക് പുറത്തു തരും. റബ്ബ് വെച്ച മാറ നമ്മളായിട്ട് പൊളിക്കരുത്. നമ്മളത് എത്രത്തോളം പ്രചരിപ്പിക്കുന്നോ അത്രത്തോളം അത് പൊറുപ്പിക്കപ്പെടാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളം അത് രഹസ്യമാകുന്നോ അത്രത്തോളം അത് പൊറുപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടും. ആർക്കൊഴികെ? തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾക്കൊഴികെ. ഒരിക്കലും ആരോടും പരസ്യപ്പെടുത്തരുത്. പിന്നെ ഇത് ഈ കൂട്ടത്തിൽ വളരെ പേടിക്കേണ്ട ഒരു കാര്യം, അതുകൂടി പറഞ്ഞിട്ട് ഏകദേശം അവസാനിക്കാൻ സമയമായി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ വൻപാപമാണെങ്കിലും ചെറുപാപമാണെങ്കിലും വളരെ പേടിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നമ്മളും റബ്ബിന്റെ മറ്റ് പടപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിന്മകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും വരരുത്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ഹൈറും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ഷർറും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു വാശി നമുക്ക് വേണം. കാരണം നമ്മളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനമോ സംസാരമോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തി നമുക്ക് പൊരുത്തപ്പെടാത്തിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിട്ടുതരികയില്ല. ആ വ്യക്തി അത് പൊരുത്തപ്പെടാത്തിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിട്ടുതരികയില്ല. ഒരിക്കലും വിട്ടുതരൂല. പടപ്പുകൾ തമ്മിലുള്ളത് റബ്ബ് പുറത്തു തരൂല. നമുക്കും നമ്മുടെ റബ്ബിനും ഇടയിലുള്ള റബ്ബ് എത്ര വേണമെങ്കിലും പുറത്തു തരും. ഷിർക്കിന്റെയോ കുഫറിന്റെയോ നിഫാഖിന്റെയോ ഒന്നും വിഷയം അല്ലെങ്കിൽ മറ്റുള്ള തിന്മകൾ റബ്ബ് പരമാവധി വിട്ടുതരാനാണ് ശ്രദ്ധിക്കുക. പക്ഷേ പടപ്പുകൾക്കിടയിലാണെങ്കിൽ ഒരു തരി പോലും വിട്ടുതരൂല. തരി പോലും വിട്ടുതരൂല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഷിർക്കും കുഫറൊന്നും ഇല്ലാതെ നവാഖിദുൽ ഇസ്ലാമൊക്കെ പഠിച്ച് ഷിർക്കും കുഫറൊന്നും ഇല്ലാതെ നമ്മുടെ തൗഹീദ് ഈമാനൊക്കെ ശരിയാക്കി സഹാബത്തിന്റെ മാർഗമൊക്കെ പഠിച്ച് സലഫി മനഹജില് കൃത്യമായി ഉറച്ചു നിന്ന് വൻപാപങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ നരകത്തിലേക്ക് എത്തുന്നൊരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്ക്. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്, അത്തദ്റൂന മനിൽ മുഫ്ലിസ്, ഏറ്റവും വലിയ പാപ്പരായത്, ഏറ്റവും വലിയ നഷ്ടം അതാർക്കാണ്? അത് ഇങ്ങനെയുള്ള ആൾക്കാണ്. ഏറ്റവും വലിയ നഷ്ടക്കാരവരാണ്. അല്ലേ? എത്ര ആളുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ സ്വന്തം ചിന്തിച്ചാൽ മതി. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ സ്വഭാവ പെരുമാറ്റ മര്യാദകൾ എന്തു കോലത്തിനാണ്. നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും കുടുംബക്കാരുടെ മുന്നിലൊക്കെ നമ്മൾ വളരെ പെർഫെക്റ്റാണ്. ഒരാൾക്കും എന്തൊരു കുറവും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല. എന്നാൽ നമ്മുടെ ഭാര്യയോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, നമ്മുടെ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കുക, നമ്മുടെ മകളോടൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് നിന്റെ ഭർത്താവ്, നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ ഉപ്പ പെർഫെക്റ്റ് ആണോ, ഓക്കെ ആണോ? ആ സ്ത്രീക്ക് നമ്മളെപ്പറ്റി എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടായിരിക്കെ ആ സ്ത്രീ മരണപ്പെട്ടാൽ നമ്മൾ കുടുങ്ങും. ആരായിക്കോട്ടെ, ഒരാളും വിട്ടുതരൂല. ഇവിടെ സ്വന്തം കെട്ടിയോനല്ലേ, വാപ്പയല്ലേ, മകനല്ലേ എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും അവിടെ ഉണ്ടാവൂല. ഒരു തരി വിട്ടുതരൂല. വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 ആടുകൾ ശ്രദ്ധിച്ചു നോക്കണം. 2 ആടുകൾ
കൊമ്പുള്ള ഒരാടും കൊമ്പില്ലാത്ത ഒരാടും. ഇതിൽ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഒരു കുത്ത്, വെറൊരു കുത്ത് ദുനിയാവിൽ അന്യായമായി കുത്തിയിട്ടുണ്ട്. ഈ ഒരു കുത്ത് പകരം കൊടുക്കാൻ വേണ്ടി 2 ആടുകൾ അള്ളാഹു വീണ്ടും ഉയർത്തി നിൽപ്പിക്കും. എന്നിട്ട് ഈ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് അള്ളാഹു ഈ കുത്ത് തിരിച്ചു കൊടുക്കാൻ പറയും. അതുപോലും വിട്ടുകൊടുക്കൂല. പടപ്പുകൾ തമ്മിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു ഒരിക്കലും വിട്ടുതരികയില്ല. ഒരിക്കലും ഒരു കാര്യം വിട്ട്, ഇത്ര നിസ്സാര വിഷയമാണെങ്കിൽ പോലും വിട്ടുതരികയില്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ചോദിച്ചു നോക്കണം. നമ്മൾ ഒരിക്കലും നാണിക്കുകയോ മടി പിടിച്ചിരിക്കുകയോ വേണ്ട. ഉമ്മയോടോ മകളോടോ ഭാര്യയോടോ ചെന്നിരുന്ന് നമ്മൾ പറയണം, എൻ്റെ എന്തെങ്കിലും സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ബുദ്ധിമുട്ടുകളോ നിനക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ എനിക്കിത് പുറത്തു തരണം, വിട്ടുതരണം. ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കാം. ഞാൻ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. ഇനി അത്തരം സംസാരങ്ങൾ വേദന ഉണ്ടാക്കാത്ത രൂപത്തിൽ സംസാരിക്കാം, പെരുമാറാം. നമ്മൾ പറയണം. അങ്ങനെ അവരുടെ മനസ്സിൽ നിന്ന് ആ വിഷമം നമ്മൾ നീക്കണം. അവരുടെ പൊരുത്തം പിടിച്ചു വാങ്ങിയിട്ടല്ലാതെ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇത്രയും ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് വീണു പോകരുത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പെട്ടുപോകരുത്. ഈ ഒരു കെണിയിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനകത്തുള്ള, നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ആളുകൾ, അവർ നമ്മളെപ്പറ്റി തൃപ്തരായിരിക്കണം. നമ്മളെ കൊണ്ട് ഒരു പ്രയാസവും അവർക്കുണ്ടാകാതെ ശ്രദ്ധിക്കണം. വളരെ പേടിക്കേണ്ട വിഷയം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിനേക്കാൾ കൂടുതൽ ദറജകൾ വർദ്ധിപ്പിക്കാൻ ഇനി ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഓരോരുത്തർക്കും റബ്ബ് നൽകിയ കഴിവുകളും ടാലന്റുകളും അല്ലെങ്കിൽ ഓരോ ഫീൽഡുകളും ഓരോന്നും വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേപോലത്തെ കാര്യങ്ങളല്ല റബ്ബ് കുതിരത്തല്ല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവനവന്റെ പ്രകൃതത്തിന്, ഫിത്രത്തിന് അടിസ്ഥാനപ്പെടുത്തി അതിന് യോജിക്കുന്ന ഏറ്റവും വലിയ ദറജ എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേപോലെ ആവൂല. പഠിക്കാൻ തീരെ കഴിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൽമിലൂടെ വലിയ ദറജയിലേക്ക് എത്താൻ കഴിയൂല. അവൻ പരിശ്രമിക്കണം, അത് വേറെ വിഷയം. പക്ഷേ അവന് മറ്റുള്ള വഴികളുണ്ടാവും. നോമ്പിന്റെയും അല്ലെങ്കിൽ സക്കാത്തിന്റെയും അല്ലെങ്കിൽ നിസ്കാരത്തിന്റെയും മറ്റൊരുപാട് വഴികളുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ദറജകളിലേക്ക് എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. എന്തുകൊണ്ട് 8 വാതിലുകൾ? 8 വാതിലുകൾ എന്ന് പറഞ്ഞാൽ 8 വഴികളാണ്. എന്നുവെച്ചാൽ സ്വർഗത്തിലേക്ക് എത്താൻ, ഏറ്റവും വലിയ ദറജകളിലേക്ക് എത്താൻ ഒറ്റൊരു കാര്യമല്ല ഉള്ളത്, ഒരുപാട് വഴികളുണ്ട്. അതിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ വഴി, അത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. അത് സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ അത് മുറുകെ പിടിക്കുക, സുന്നത്ത് നോമ്പാണെങ്കിൽ അത് മുറുകെ പിടിക്കുക, സ്വതക്കകളാണെങ്കിൽ അത് മുറുകെ പിടിക്കുക, രാത്രി നിസ്കാരമാണെങ്കിൽ അത് മുറുകെ പിടിക്കുക, ഖുർആൻ പാരായണമാണെങ്കിൽ മുറുകെ പിടിക്കുക, ദിക്റുകളാണെങ്കിൽ. അങ്ങനെ ഓരോരുത്തർക്കും റബ്ബ് കൂടുതൽ എളുപ്പം നൽകുന്ന ഓരോ ഇബാദത്തുകളുണ്ടാവും. അത് നമ്മൾ പരമാവധി അധികരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൽമു പഠനം, ദീൻ പഠനം. അതിനേക്കാൾ മികച്ചൊരു ഇബാദത്ത് നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ വേറെ കാണാൻ കഴിയും. ഫർള് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, ഇതിനേക്കാൾ കൂടുതൽ ദറജകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഇബാദത്തും ദീനുൽ ഇസ്ലാമില്ല. ദീൻ പഠിക്കുക, പഠിപ്പിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നബി സല്ലല്ലാഹു പഠിപ്പിച്ചെന്നില്ലേ? ആകാശത്തിലെ പറവകൾ, മലക്കുകൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, തിമിംഗലങ്ങളും മറ്റു ചെറു മത്സ്യങ്ങളും, മാളങ്ങളിലുള്ള ഉറുമ്പുകൾ പോലും ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യുന്ന
സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന, ബിദഅത്തിനെ തൊട്ട് താക്കീത് ചെയ്യുന്ന, സ്വഹാബത്തിന്റെ ആദർശവും അഖീദയും മനഹജും പഠിപ്പിച്ചു കൊടുക്കുന്ന, വൻപാപങ്ങളെ തൊട്ട് താക്കീത് ചെയ്യുന്ന, നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇങ്ങനെയുള്ള ഹൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇത്രയും സൃഷ്ടിചരാചരങ്ങൾ, കോടാനുകൂടി സൃഷ്ടിചരാചരങ്ങൾ ഈ ഒരാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ റബ്ബ് പുറത്തു കൊടുക്കാതിരിക്കാൻ? അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം. കുനാലിമൻ ഔ മുതഅല്ലിമൻ, ഒന്നുകിൽ നിങ്ങൾ ആലിമാവുക അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവുക. ഇതാണ് ഏറ്റവും നല്ല വഴി, ഏറ്റവും ഷോർട്ട് കട്ട്, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇതാണ്. ഇതിനേക്കാൾ എളുപ്പത്തിൽ ഏറ്റവും വലിയ ദർജയ്ക്ക് എത്താൻ പറ്റുന്ന വേറെ ഷോർട്ട് കട്ടില്ല. പിന്നെ ഇതിന് സാധിക്കാത്ത ആളുകളാണെങ്കിൽ മറ്റു വഴികൾ നോക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി പരിശ്രമിക്കുക. സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഫറളുകൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഫറളുകൾ പൂർത്തീകരിക്കാത്തിടത്തോളം നമ്മുടെ സുന്നത്തുകൾ റബ്ബിന്റെ അടുക്കൽ വിലപ്പോവില്ല. ഒരാൾ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, സുബഹിക്ക് കിടന്നുറങ്ങണമെങ്കിലും വലിയ അപകടത്തിലാണ് അവൻ രാത്രി കുറെ നിസ്കരിച്ചു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. സുബഹി നിസ്കാരം ഒഴിവാക്കി എന്നുള്ളതാണ് വിഷയം. ഫറളുകൾ കൃത്യമായി പൂർത്തീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം എന്നിട്ട് എന്ത് ചെയ്യുക? സുന്നത്തുകൾ പരമാവധി അധികരിപ്പിക്കുക. എല്ലാ സുന്നത്തുകളും എന്തിലൊക്കെ അധികരിപ്പിക്കാൻ പറ്റുമോ അതിലൊക്കെ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചത് നമുക്കറിയാം. സ്വഹാബത്തിൽ പലരും ഒന്നിടവിട്ട ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ തുടർച്ചയായി എടുത്തത് നമുക്കറിയാം. അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ, മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ, നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു, 24 മണിക്കൂറിനിടയ്ക്ക് ഒരൊറ്റൊരു ദിവസത്തിൽ രാത്രിയും പകലുമായി 300 റക്അത്ത് ഫറദല്ലാതെ നിസ്കരിക്കാറുണ്ട് എല്ലാ ദിവസവും. വർഷത്തിൽ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും കണക്കല്ല, ഒറ്റൊരു ദിവസത്തിൽ ഫറദല്ലാതെ സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം 300 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ ചാട്ടവാർ അടികൊണ്ട് ഒരുപാട് ശരീരം തളർന്ന് രോഗിയായപ്പോൾ അദ്ദേഹം അതിന്റെ റക്അത്തുകളുടെ എണ്ണം കുറച്ചു. എത്ര ആക്കിയത്? 300 എന്നുള്ളത് 150 ആക്കി. 150 റക്അത്തുകൾ. അത്രയും രോഗമുള്ള, അത്രയും ക്ഷീണമുള്ള, പ്രയാസമുള്ള ഒരാൾ മരിക്കും വരേക്കും തുടർച്ചയായി നിസ്കരിച്ചിരുന്നു, സുന്നത്തുകൾ മാത്രം, ഫറദല്ലാതെ. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അധികരിപ്പിക്കാം. ഒറ്റൊരു ദിവസം കൊണ്ട് ഖുർആൻ ഖത്തം തീർത്ത ആളുകളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പോലെ, അങ്ങനെ ധാരാളം ആളുകൾ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി പരിശ്രമിക്കുക, നല്ലോണം പ്രാർത്ഥിക്കണം. ആദ്യം പറഞ്ഞതിന് അവസാനം പറഞ്ഞു, എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദ്ദില്ല ലഹു. അല്ലാഹ് ഒരാളെ ഹിദായത്തിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നാൽ വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അല്ലാഹ് ഒരാളെ വഴിതെറ്റിച്ചാൽ അവനെ ഹിദായത്തിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റുകൾ പറ്റിയാൽ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. ഓരോന്നും നവാഖിദുൽ ഇസ്ലാം, സ്വഹാബത്തിന്റെ മനഹജും വൻപാപങ്ങളും ഓരോ കാര്യങ്ങളും വിശദമായി പഠിച്ചുകൊണ്ടേയിരിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടിച്ചേർന്നതുപോലെ നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ബാങ്കിന് സമയമായിട്ടുണ്ട്. ഒന്ന് വേഗത്തിലൊന്ന് മുറാജ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. അതായത് നമ്മൾ പറഞ്ഞത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നരകത്തിൽ ശാശ്വതനാകുന്ന പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനാണ് നമ്മൾ നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മുടെ വിശ്വാസം, ആദർശം, നിലപാടുകൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് വിട്ടേച്ചു പോയ അതേ രൂപത്തിൽ ആണോ എന്ന് പരിശോധിക്കുക. അത് നമ്മൾ അഖീദത്തുൽ വാസിത്തിയ്യ പോലെ, ലുമഅത്തുൽ ഇഅ്തിഖാദ് പോലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അതിന്റെ പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസ, ആദർശ, നിലപാടുകൾ അതുപോലെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു മൂന്നാമത്തെ കാര്യം എന്നുള്ളത് വൻപാപങ്ങളെ സംബന്ധിച്ചാണ്.
അത് നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആകുന്ന, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കടന്നു വരാൻ സാധ്യതയുള്ള തിന്മകൾ അതെന്തൊക്കെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. പിന്നെ പറ്റിപ്പോകും, തെറ്റുകൾ പറ്റും, സ്വാഭാവികമാണ്, മാനുഷികമാണ്. അങ്ങനെ തെറ്റുകൾ പറ്റിപ്പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? തൗബ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞ വിഷയം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട, നമ്മൾ റബ്ബുമായി ബന്ധപ്പെട്ടതല്ല, അള്ളാഹുവിന്റെ മറ്റു പടപ്പുകളുമായി ബന്ധപ്പെട്ട തിന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ആ വ്യക്തി നമ്മളത് ശാരീരികമായി ഉപദ്രവിച്ചതാണെങ്കിൽ നമ്മൾ നിന്നുകൊടുക്കണം. അന്ന് ഞാൻ നിന്നെ അങ്ങനെ ഉപദ്രവിച്ചു പോയി, അറിവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വന്ന സമയത്ത് അങ്ങനെ പറ്റിപ്പോയതാണ്, അതെൻ്റെ ഒരു അബദ്ധമാണ്, നീ അതെനിക്ക് വിട്ടുതരണം, എന്നോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് ശാരീരികമായി ഉപദ്രവിച്ചതാണെങ്കിൽ അവന്റെ മുന്നിൽ നമ്മൾ നിന്നു കൊടുക്കണം. ഇതാ നിനക്ക് എൻ്റെ ശരീരം, ഇതാ നിന്നെ ഞാൻ എങ്ങനെ ഉപദ്രവിച്ചു അതുപോലെ നിനക്ക് ഇപ്പം തിരിച്ച് പകരം വീട്ടാം, പക്ഷെ നീ എന്നെ ആ വിഷയത്തിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് വരേക്കും നമ്മൾ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, റബ്ബത് പുറത്തു തരൂല. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ നമ്മൾ അയാളുടെ അത് എന്ത് ചെയ്യണം? നേരിട്ട് പോയി പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. അയാളെപ്പറ്റി മോശം പറഞ്ഞ സദസ്സുകളിൽ അയാളെപ്പറ്റി നല്ലത് പറയണം. അതേപോലെ തന്നെ സാമ്പത്തികമായി നമ്മൾ ക്രമക്കേട് നടത്തി അയാളുടെ അവകാശങ്ങൾപ്പെട്ട സമ്പത്ത് നമ്മൾ തട്ടി എടുത്തതാണെങ്കിൽ ആ സമ്പത്ത് തിരിച്ചു കൊടുക്കാതെ റബ്ബത് പുറത്തു തരൂല, വിട്ടുതരൂല. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പടപ്പുകളുമായി ബന്ധപ്പെട്ട തിന്മകൾ അത് അവർക്ക് കൊടുത്തു വീട്ടിക്കൊണ്ട് ആ അവകാശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആ വിഷയത്തിൽ പൊരുത്തം വാങ്ങിക്കുക എന്നുള്ളതാണ് പിന്നെ പറഞ്ഞ വിഷയം. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വാജിബുകളാവുന്ന, നിർബന്ധമാകുന്ന കടമകൾ, ബാധ്യതകൾ ധാരാളമുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളോടുണ്ട്, മക്കളോടുണ്ട്, ഭാര്യമാരോടുണ്ട്, ഭർത്താക്കന്മാരോടുണ്ട്, സഹോദരന്മാരോടുണ്ട്, അയൽക്കാരോട്, ബന്ധുക്കളോട്, ഇങ്ങനെ ധാരാളം വാജിബുകൾ, ബാധ്യതകൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. നമ്മുടെ സ്വന്തത്തോട് പോലും ഉണ്ട്, നമുക്ക് നമ്മുടെ സ്വന്തത്തോട് പോലും പല വാജിബുകളുണ്ട്. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സുന്നത്താണോ നമുക്ക് കൂടുതൽ അധികരിപ്പിക്കാൻ, നമുക്ക് മനസ്സിന് കൂടുതൽ റാഹത്ത് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫിത്രത്ത് കൂടുതൽ അതിനോട് യോജിച്ചതായി എളുപ്പമുള്ളതായി തോന്നുന്നത്, ആ സുന്നത്തിൽ പരമാവധി എന്ത് ചെയ്യുക? നമ്മൾ മുന്നേറുക. ഒരാളും നമ്മൾ നോക്കണ്ട, ഒരാളെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, ഒരാരും നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷയ്ക്കായിട്ടുണ്ടാവില്ല. വാപ്പയോ മകനോ സഹോദരനോ ഭാര്യയോ ആരും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ പരലോകത്തിനു വേണ്ടി പരമാവധി എന്ത് ചെയ്യുക? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ പരസ്പരം മത്സരിച്ചു കുതിച്ചു ചെല്ലൂ, അള്ളാഹ് കൽപ്പിക്കുകയാണ്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവൻ ആ വിഷയത്തിൽ, സ്വർഗത്തിന്റെ കാര്യത്തിൽ മത്സരിക്കട്ടെ. അബൂബക്കറും ഉമറും മത്സരിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? മത്സരിക്കുക. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറ്റുന്ന സുന്നത്തുകളിൽ വാജിബ് ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുക. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും ധാരാളം ഇബാദത്തുകൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നവാഖിദുൽ ഇസ്ലാം പഠിച്ച് അതുപോലെ നമ്മുടെ മനഹജ് കൃത്യമാക്കി നമ്മുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ വരാതെ നോക്കി, അവന് വന്നുപോയാൽ തന്നെ തിന്മകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്ത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു പ്രയാസവും ഇല്ലാതെ നോക്കി വാജിബുകൾ പൂർത്തീകരിച്ച് പരമാവധി സുന്നത്തുകൾ അധികരിപ്പിച്ച് അങ്ങനെ റബ്ബിന്റെ അടുക്കൽ വലിയ ദറജകൾ അതിങ്ങനെ ഈ രൂപത്തിൽ കരസ്ഥമാക്കാൻ കഴിയും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ രീതിയിലാണ് കരസ്ഥമാക്കാൻ കഴിയുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ പഠിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വലിയ ദറജകൾ കരസ്ഥമാക്കാൻ സാധിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറ്റൊരു വിഷയം കൂടെ. നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിനോട് കൂടെ നമുക്ക് ബാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർക്കത് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചതിനനുസരിച്ച്, പരമാവധി അറിഞ്ഞതിനനുസരിച്ച് നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മറ്റുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കുക. ആ അറിവ്
തൗഹീദിനെ പറ്റി പഠിച്ചാൽ തൗഹീദ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സുന്നത്തിനെ പറ്റി പഠിച്ചാൽ അത് ബിദ്അത്തിന്റെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. വൻപാപങ്ങൾ ചെയ്യുന്ന വൻപാപങ്ങളെ പറ്റി പഠിച്ചാൽ അത് ചെയ്യുന്ന ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. നമ്മൾ പഠിച്ച പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് നമുക്ക് വലിയ ദർജകൾ കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം വിശ്വാസം പഠിപ്പിച്ചെന്ന് മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലി ഫാഇലിഹി. ആരെങ്കിലും ഒരാൾക്ക് ഒരു ഖൈർ പറഞ്ഞു കൊടുത്താൽ ആ ഖൈർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുടെ അതേ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ആൾക്കും കിട്ടും. ഒരാൾക്കിപ്പോ ഒരു മകന് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കണം വിചാരിക്കും. ഈ മകൻ ജീവിതത്തിൽ എപ്പോഴൊക്കെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു അതിന്റെ അപ്പോഴത്തൊക്കെ പ്രതിഫലം ഈ വാപ്പാക്കും കിട്ടും. എന്തൊരു ഖൈറും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയുന്ന ഖൈറുകൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ പരമാവധി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംസാരം ശരിയായ രൂപത്തിൽ കേട്ടു മനസ്സിലാക്കാനും അങ്ങനെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ദർജകൾ, ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിവിടെ കൂടിച്ചേർന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഏറ്റവും വലിയ ദർജകൾ കരസ്ഥമാക്കാൻ നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കാരോ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നഫ്സോ അല്ലെങ്കിൽ നമ്മുടെ മടിയോ എന്താണെങ്കിലും അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ തടസ്സങ്ങളൊക്കെ നമുക്ക് നീക്കിത്തരികയും അവന്റെ തൃപ്തിയിലേക്ക് വളരെ വേഗത്തിൽ മുന്നേറുവാൻ നാം ഓരോരുത്തരെയും അവൻ സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.